ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് വീൽ സ്ട്രാറ്റജി ആണ് പഠിക്കുന്നത്. ഓപ്ഷൻ സെല്ലിംഗ് സ്ട്രാറ്റജിയാണ്. ഇതിൽ 3 സ്റ്റെപ്പാണുള്ളത്. ഒന്ന്, സെല്ലിംഗ് ക്യാഷ് സെക്യൂർഡ് പുട്ട് ഓപ്ഷൻസ്. 2, സ്റ്റോക്കിൻ്റെ വില താഴേക്ക് വന്നാൽ നമ്മളത് വാങ്ങുന്നു. ആ താഴ്ന്ന ലെവലിൽ എവിടെയാണോ അത് നമ്മൾ വാങ്ങുന്നു. പുട്ടിലുണ്ടായ നഷ്ടം നമ്മൾ നമ്മളത് സെപ്പറേറ്റ് റെക്കോർഡ് ചെയ്യുന്നു. അതിനുശേഷം കവേർഡ് കോൾ വിൽക്കുന്നു. കാരണം നമ്മുടെ കയ്യിൽ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട്. സോ നമ്മൾക്ക് കവേർഡ് കോൾ വിൽക്കാൻ പറ്റും. ഇത് മൂന്നുമാണ് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത്. ഒബ്ജക്റ്റീവ് ഓഫ് ദ സ്ട്രാറ്റജി എന്താണ്? ഈ സ്ട്രാറ്റജിയുടെ ഉദ്ദേശം ജനറേറ്റ് സ്റ്റഡി ഇൻകം, സ്ഥിരമായിട്ട് ഒരു വരുമാനം ഉണ്ടാക്കുക, എല്ലാ മാസവും വരുമാനം. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ആ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വാങ്ങുവാൻ ഉദ്ദേശിക്കുന്ന നല്ല സ്റ്റോക്കുകൾ നമ്മൾ കുറഞ്ഞ വിലയ്ക്ക് കൈവശപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ആദ്യത്തെ സ്റ്റെപ്പ് നോക്കാം. സ്റ്റെപ്പ് 1 നമ്മൾ ചെയ്യുന്നത് സെൽ ക്യാഷ് സെക്യൂർഡ് പുട്ട്സ്. നമുക്കൊരു എക്സാമ്പിളോട് കൂടി ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓപ്സ്ട്രയിൽ പോകുന്ന നമ്മൾ ആദ്യം ഒരു സ്റ്റോക്ക് കണ്ടുപിടിക്കുകയാണ്. എൻ്റെ മനസ്സിലുള്ള സ്റ്റോക്ക് ഹിന്ദുസ്ഥാൻ യൂണിലിവർ ആണ്. ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഇത് കഴിഞ്ഞ ഒരു വർഷത്തെ ചാർട്ടാണ്. 5 വർഷത്തെ ചാർട്ട് നോക്കുമ്പോൾ ഇങ്ങനെ നിൽക്കും. 5 വർഷം കൊണ്ട് ഈ സ്റ്റോക്ക് നമുക്ക് തന്നിട്ടുള്ളത് വെറും 20% റിട്ടേൺസ് മാത്രമാണ്. 2000 സ്റ്റോക്ക് 5 വർഷം മുമ്പ് ഉണ്ടായിരുന്നത് ഇപ്പോൾ നിൽക്കുന്നത് 2340 ഇതിന് വലിയ അപ്രീസിയേഷൻ വന്നിട്ടില്ല. പക്ഷെ അതേസമയം ഇതിൻ്റെ ഒരു ടോപ്പ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം നടന്നു. അത് 3000 3-4 മാസം മുമ്പാണ്. അത് 1-2 മാസം മുമ്പാണ്. അതായത് സെപ്റ്റംബർ 27 അത് 3000 3000 അന്ന് ഉണ്ടായ 5 വർഷത്തെ ലാഭം എന്ന് പറയുന്നത് 51.8%. അത് നല്ലൊരു റിട്ടേൺസ് ആണ്. പക്ഷെ വീണ്ടും സ്റ്റോക്ക് താഴേക്ക്. അപ്പോൾ ഈ സ്റ്റോക്കിന്റെ ഒരു പ്രത്യേകത, ഇത് നല്ലൊരു സ്റ്റോക്കാണ്. പക്ഷേ ഇതിന്റെ ഈ വൊളാറ്റിലിറ്റി കാരണം നമുക്ക് ബൈ ആൻഡ് ഹോൾഡ് ആൾക്കാർക്ക് ഒരു നല്ല ലാഭം ഉണ്ടാക്കാൻ സാധ്യമായിട്ടില്ല കഴിഞ്ഞ 5 വർഷ കാലയളവിൽ. അതിനർത്ഥം ഇനി അങ്ങനെ ആവണമെന്നില്ല. പക്ഷേ ഈ സ്റ്റോക്കിന്റെ ഒരു പ്രത്യേകത, ഇതൊരു ഡിഫൻസീവ് സ്റ്റോക്ക് ആയതുകൊണ്ട് റിസ്ക് കുറച്ച് കുറവാണ് മറ്റ് പല സ്റ്റോക്കുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഫണ്ടമെന്റലി ഇത് ഓപ്ഷൻ സെല്ലിങ്ങിന് പറ്റിയ ഒരു സ്റ്റോക്കാണ്. കാരണം ഈ വൊളാറ്റിലിറ്റിയുടെ ഭാഗമായിട്ട് നമുക്ക് പലപ്പോഴും കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും ഒക്കെ എക്സ്പയർ ആയി പോകാറുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 2300 ഇത് വിറ്റ് പോകുന്നു. നമ്മൾ ഇവിടുത്തെ സ്റ്റെപ്പ് നമ്പർ 1 എന്ന് പറയുന്നത് സെൽ ക്യാഷ് സെക്യൂർഡ് പുട്ടാണ്. നമ്മൾ പുട്ട് ഓപ്ഷൻ വിൽക്കുകയാണ് ചെയ്യുന്നത്. 2300 താഴെയുള്ള വിലയുടെ ഒരു പുട്ട് ഓപ്ഷൻ നമുക്ക് വിറ്റ് നോക്കാം. ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഓപ്ഷൻ ചെയിൻ. നമ്മളിപ്പോൾ 22 ഡിസംബറാണ്. അപ്പോൾ ജനുവരിയിലെ ഓപ്ഷൻ ചെയിൻ നോക്കാം. ജനുവരിയിലെ ഓപ്ഷൻ ചെയിനിൽ ഇപ്പോഴത്തെ വില 2340. അതിനേക്കാൾ കുറഞ്ഞ വിലയുടെ ഒരു പുട്ടാണ് നമ്മൾ വിൽക്കേണ്ടത്. കാരണം നമുക്ക് അത് അസൈൻ ചെയ്യുന്ന ഒരു സിസ്റ്റം കഴിയുന്നത് ഒഴിവാക്കണം. സ്റ്റോക്ക് അവിടെ തന്നെ നിൽക്കുകയോ മുകളിലേക്ക് പോവുകയോ ചെയ്താൽ നമുക്ക് ഈ പ്രീമിയം ഇൻകം നമ്മുടെ കൈവശമിരിക്കും. കാരണം പുട്ട് ഓപ്ഷൻ ഷോർട്ട് സൈഡിൽ അങ്ങനെയാണ് വർക്ക് ചെയ്യുക. ആ സ്ട്രൈക്കിന് മുകളിലാണ് വിലയെങ്കിൽ ആ ഓപ്ഷൻ ഫുൾ എക്സ്പയർ ആവുകയും ആ ഫുൾ ക്യാഷ് നമുക്ക് കൈവശം വെക്കാൻ സാധ്യമാകും. നമ്മുടെ പ്രോഫിറ്റായി മാറുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ക്യാഷ് സെക്യൂർഡ് പുട്ട്. നമ്മുടെ കൈവശം ക്യാഷ് ഉണ്ട് സ്റ്റോക്ക് വാങ്ങാനുള്ളത്. അതിലേക്ക് നമ്മൾ ഫ്യൂച്ചറിൽ മേടിച്ച് റോൾ ഓവർ ചെയ്യും. അതിന് 2340 താഴെയുള്ള സ്ട്രൈക്ക് എന്ന് പറയുന്നത് 2320. 2320 നമുക്ക് ഒരു പുട്ട് വിൽക്കാം. ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഓപ്ഷൻസ് 30 ജനുവരി 2320. 2320 ഡേറ്റ സിസ്റ്റത്തിൽ ഇല്ല എന്നവർ പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് 2300 നോക്കാം. അത് അതിലും താഴെയാണത്. 2300 അതിൻ്റെ സിസ്റ്റത്തിൽ ഉണ്ട്. ട്രേഡ് നടക്കാത്തതുകൊണ്ടായിരിക്കാം മറ്റേ കാണിക്കാത്ത. സെല്ലാണ് നമ്മൾ ചെയ്യുന്നത്. ആഡ് പൊസിഷൻ 2300 എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു 39 രൂപ 38 രൂപയ്ക്ക് വിൽക്കാൻ പറ്റും. ഹിന്ദുസ്ഥാൻ യൂണിലിവർ 2320
2300 കോളാണ് ഇവിടെ കാണുന്നത്. നമ്മൾ കോളല്ല, പുട്ടാണ് നമ്മുടെ പുട്ടാണ് വിൽക്കുന്നത്. 38.95 പറയുന്നുണ്ട്. 38.95 ലാസ്റ്റ് റേറ്റഡ് പ്രൈസ് ആണ് അവരുടെ എത്തിക്കുന്നത്. പക്ഷെ നമ്മൾ വിൽക്കുമ്പോൾ നമുക്ക് 38 കിട്ടുകയുള്ളൂ, കാരണം അതാണ് അവിടെ ഇട്ടിരിക്കുന്ന പ്രൈസ്. സോ ഇതാണ് ഈ ചാർട്ട്. നമ്മളൊരു ക്യാഷ് സെക്യൂർഡ് പുട്ട് വിറ്റു, സ്റ്റോക്ക് അവിടെ തന്നെ നിൽക്കുകയോ മുകളിലേക്ക് പോവുകയോ ചെയ്താൽ നമുക്ക് കിട്ടിയ ഈ പ്രീമിയം നമ്മുടെ പ്രോഫിറ്റായി മാറും. എന്നാൽ സ്റ്റോക്ക് 2300 വരെ വന്നാൽ പോലും നമുക്ക് നമ്മുടെ പ്രോഫിറ്റാണ്. പക്ഷെ 2300 വരെ വന്നു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ 2300 താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ നഷ്ടത്തിലാണ്. നമ്മുടെ പുട്ട് ഓപ്ഷൻ ചെറിയ നഷ്ടത്തിൽ പോയാലും, ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ നമ്മുടെ സ്റ്റോക്ക് 5% താണു. 5% എന്ന് പറയുമ്പോൾ ഒരു 12,000 രൂപ നഷ്ടമാണ് നമുക്ക് നമ്മുടെ പുട്ട് ഓപ്ഷന്റെ കേസിൽ. പക്ഷെ നമുക്ക് സ്റ്റോക്ക് 5% താഴ്ന്ന വിലയ്ക്ക്, അതായത് 2222 രൂപയ്ക്ക് വാങ്ങാനുള്ള ഒരു അവസരം വരുന്നുണ്ട്. ഒരു നല്ല സ്റ്റോക്ക്, ഫണ്ടമെന്റലി ഗുഡായി നല്ലതായിട്ടുള്ള ഒരു സ്റ്റോക്ക് വില കുറച്ച് വാങ്ങാൻ പറ്റുന്നത് ഒരു നല്ലൊരു അവസരമാണ്. ഒരു വാല്യൂ ഇൻവെസ്റ്റർ എന്ന നിലയ്ക്ക് നമ്മളത് വാങ്ങി. കാരണം ആ സ്റ്റോക്ക് തിരിച്ച് 3000-ലും അല്ലെങ്കിൽ 5000-ലും 10,000-ലും ഒക്കെ പോകാൻ ഉള്ള പൊട്ടൻഷ്യലുള്ള ഒരു സ്റ്റോക്കാണ്. അതുകൊണ്ടാണ് നമ്മളത് വാങ്ങിയത്. പക്ഷേ നമ്മുടെ വീൽ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് നമ്മുടെ ഈ പുട്ട് ചെറിയ ഒരു നഷ്ടത്തിൽ സ്ക്വയർ ഓഫ് ആയി പോയി. പക്ഷേ നമ്മൾ സ്റ്റോക്ക് വാങ്ങാൻ സാധ്യമായി. അതിനുശേഷം അടുത്ത ലെവലിലേക്ക് പോവുകയാണ്. അഗ്രി ടു ബൈ ദ സ്റ്റോക്ക് പ്രൈസ് ഫാസ്റ്റ് ബിലോ ദ സ്ട്രൈക്ക്, സ്ട്രൈക്കിന് താഴെ വന്നു, നമ്മൾ വാങ്ങി. ക്യാഷ് കയ്യിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വാങ്ങി. നമ്മൾ ഫ്യൂച്ചറിൽ വാങ്ങി എന്ന് കരുതിയാൽ മതി. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. ഇഫ് ദ സ്റ്റോക്ക് ഫാൾസ് ബിലോ ദ സ്ട്രൈക്ക് പ്രൈസ് ബൈ ഇറ്റ്. ഇതാണ് രണ്ടാമത്തെ ലെവലാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോക്ക് വാങ്ങിക്കഴിഞ്ഞു. കാരണം പ്രൈസ് സ്ട്രൈക്കിന് താഴെ വന്നു, പുട്ട് ഓപ്ഷൻ എന്ത് മണിയായി മാറി. നമ്മൾ നഷ്ടം, പുട്ട് ഓപ്ഷൻ ഉണ്ടായ നഷ്ടം നമ്മൾ ബുക്ക് ചെയ്തു, കുറഞ്ഞ വിലയ്ക്ക് നമ്മൾ സ്റ്റോക്കും വാങ്ങി. അത്രയും നമ്മൾ ചെയ്തു കഴിഞ്ഞു. അത് പ്രീമിയം കുറച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്, അത് ഓർമ്മ വേണം. അതിന് ശേഷം കുറച്ച് നഷ്ടം മാത്രമാണ് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്യുന്നത് കോൾ ഓപ്ഷൻ വിൽക്കുക എന്നുള്ളതാണ്. കോൾ ഓപ്ഷൻ വിൽക്കുമ്പോൾ അതിനെ കവേർഡ് കോൾ എന്ന് പറയും. കാരണം റിസ്ക് കവർ ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് അതേ ക്വാണ്ടിറ്റി വിറ്റ് കോൾ ഓപ്ഷൻ വെക്കുമ്പോൾ അത് കവേർഡ് കോൾ എന്നാണ് അതിന് പറയുക. കവേർഡ് കോൾ വിറ്റ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്ക് ഒരു കോൾ വിറ്റ് നോക്കാം. ഈ ട്രേഡ് കഴിഞ്ഞു, നമ്മൾ സ്റ്റോക്ക് വാങ്ങിക്കഴിഞ്ഞു. ഇതിന് ശേഷം ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ നമ്മളൊരു 2300 ഏകദേശം ഈ വിലക്ക് തന്നെ വാങ്ങിയെന്ന് വിചാരിക്കാം. 2340 നമ്മൾ മേടിച്ചെന്നിരിക്കട്ടെ ഫോർ എക്സാമ്പിൾ. അല്ലെങ്കിൽ 2200 വാങ്ങിയതായിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. കവേർഡ് കോൾ ഒന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കുവാനായിട്ട് ആദ്യം നമ്മൾ പൊസിഷൻ എടുക്കാം. ഫ്യൂച്ചർ ജനുവരിയിലെ ഒരു ഫ്യൂച്ചർ നമ്മൾ വാങ്ങുകയാണ് ചെയ്തത്. ലെറ്റ്സ് നമ്മൾ 2200 വാങ്ങി എന്ന് വിചാരിക്കാം. ക്യാഷ്, കാരണം പുട്ട് ഓപ്ഷൻ എന്ത് മണി പോയി, എന്നിട്ട് താഴേക്ക് വന്നപ്പോഴാണ് നമ്മൾ 2200 വാങ്ങിയത്. $2200 നമ്മൾ സ്റ്റോക്ക് വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിങ്ങനെ കാണിക്കുന്നുണ്ട്. മാർക്കറ്റിലെ പ്രൈസ് ആ രീതിയിൽ ആയതുകൊണ്ടാണ് അവർ അതങ്ങനെ കാണിക്കുന്നത്. നമ്മൾക്ക് അതല്ല നമ്മുടെ വിഷയം. 2200 വാങ്ങിയിട്ട് ഓക്കെ, നമുക്കൊരു ആക്ച്വൽ സിറ്റുവേഷൻ അവിടെ എടുക്കാൻ കഴിയില്ല. കാരണം പ്രീമിയം എത്ര നമുക്ക് ഇവിടെ നോക്കാൻ മനസ്സിലാക്കുന്നില്ല. ഇത് ആ പ്രീമിയം ഇതിപ്പോൾ നിലവിലെ മാർക്കറ്റിന്റെ പ്രീമിയം ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് 2000 ഇപ്പോഴത്തെ മാർക്കറ്റ് വിലയ്ക്ക് എടുത്തതായിട്ട് നമുക്ക് കണക്കാക്കാം. ഇപ്പോഴത്തെ മാർക്കറ്റ് വില 2340. ഇതിനകത്തെ സ്ട്രക്ചറാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആദ്യം ക്യാഷ് സെക്യൂർഡ് പുട്ട് വയ്ക്കുന്നു. അത് എന്ത് മണി ആയിക്കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോക്ക് വാങ്ങുന്നു കുറഞ്ഞ വിലയ്ക്ക്. വീണ്ടും നമ്മൾ ഒരു സ്ലൈറ്റ്ലി ഔട്ട് ഓഫ് ദ മണി കോൾ ഓപ്ഷൻ വിൽക്കുന്നു അഗെയിൻസ്റ്റ് ആ സ്റ്റോക്കിന് അഗെയിൻസ്റ്റ് ആയിട്ട്. അപ്പോൾ അത് കവേർഡ് കോളായി മാറി. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇവിടെ പ്രൈസിനകത്ത് ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ, പക്ഷേ ഇതിൻ്റെ പ്രോസസ്സ് സെയിം ആണ്. ഇതിന് അഗെയിൻസ്റ്റ് നമുക്ക് കോൾ ഓപ്ഷൻ വിൽക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ സെൽ ഓപ്ഷൻ 2360 നമ്മൾ ഇവിടെ ഇലസ്ട്രേഷന് വേണ്ടി എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഹൈ കോൾ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഈ ലെഫ്റ്റിൽ കാണുന്നതാണ് കോൾ ഓപ്ഷൻ.
2360 നെക്സ്റ്റ് 2350, 2400 കോൾ ഓപ്ഷൻ നമുക്ക് വിറ്റ് നോക്കാം. 2400 കോൾ ഓപ്ഷൻ വിൽക്കുമ്പോൾ നമ്മുടെ റിസ്കി രീതിയിലായിട്ട് മാറിക്കഴിഞ്ഞു. നമുക്ക് പൊസിഷൻ എടുത്ത സ്റ്റോക്കിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് കോൾ ഓപ്ഷൻ വിൽക്കുമ്പോൾ നമ്മൾ സ്റ്റോക്ക് കുറച്ച് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഓക്കെയാണ്. മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുക അടുത്ത ലെവലിലെ കാര്യമാണ്. അതെന്താ നമുക്ക് നോക്കാം. മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് 2297 താഴെ വന്നാലാണ് നമുക്ക് നഷ്ടം. മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് തന്നെയാണ്. മാക്സിമം പ്രോഫിറ്റ് 30,945 മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ. ഈ ഒരു സിറ്റുവേഷനിൽ അടുത്ത സ്റ്റെപ്പ്, കവേർഡ് കോൾ നമ്മൾ വിറ്റ് കഴിഞ്ഞു, പ്രീമിയം കളക്ട് ചെയ്ത് കഴിഞ്ഞു, സ്ട്രൈക്ക് പ്രൈസിലെത്തിയാൽ നമ്മൾ ഈ സ്റ്റോക്ക് വിൽക്കും. അതാണ് നമ്മുടെ കണ്ടീഷൻ. ഏതാണ് സ്ട്രൈക്ക് പ്രൈസ്? 2400. 2400 നമ്മൾ ഈ സ്റ്റോക്ക് വിറ്റ് മാറും പ്രോഫിറ്റിൽ. അതായത് 30,945 പ്രോഫിറ്റിൽ നമ്മൾ സ്റ്റോക്ക് വിറ്റ് മാറും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ട്രേഡ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇൻകം കിട്ടുന്നുണ്ട്. എപ്പോൾ? സ്റ്റോക്ക് ഇവിടെ തന്നെ നിന്നാൽ നമുക്ക് എത്ര രൂപ കിട്ടും? 13,845. അത് 12,945. അതാണ് നമുക്ക് കിട്ടിയ പ്രീമിയം. ആ പ്രീമിയം നമ്മുടെ കൈവശമിരിക്കും. പക്ഷേ സ്റ്റോക്ക് നമ്മുടെ കൈവശമിരിക്കും. സ്റ്റോക്ക് നമ്മുടെ കൈവശമിരിക്കുമ്പോൾ നമുക്ക് അടുത്ത മാസം വേണമെങ്കിൽ ഒരു കവേർഡ് കോൾ വിൽക്കാൻ പറ്റും. അതല്ല എങ്കിൽ സ്റ്റോക്ക് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് 2300 വരെ 2400 വരെ പോയി കഴിഞ്ഞാൽ നമ്മൾ വിറ്റ് മാറിയിട്ട് വീണ്ടും നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. എന്താണ് അടുത്ത സ്റ്റെപ്പ്? സൈക്കിൾ റിപ്പീറ്റ്സ്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ എന്തുണ്ട്? കവേർഡ് കോൾ വന്നതുകൊണ്ട് കവേർഡ് കോൾ ഇൻ ദ മണി, കവേർഡ് കോളും കവർ ചെയ്ത് മുകളിലേക്ക് സ്റ്റോക്ക് പോയതുകൊണ്ട് കവേർഡ് കോൾ ഓപ്ഷൻ ഇൻ ദ മണിയായി. നമ്മൾ അത് നഷ്ടത്തിൽ വിറ്റെങ്കിലും ആ നഷ്ടവും അതിനുപരി ലാഭവും നമുക്ക് മൊത്തം സ്റ്റോക്കും കൂടെ വിറ്റത് കൊണ്ട് മൊത്തം നമുക്ക് 30,945 ലാഭം കിട്ടി. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ശരിക്കും ചെയ്യുമ്പോൾ ഏകദേശം ഈ രീതിയിൽ തന്നെ വർക്ക് ചെയ്യും. നമ്മൾ സ്ട്രൈക്കിൽ ഇപ്പോൾ മാറ്റിയാൽ കൊടുത്തത്, കാരണം എക്സാമ്പിൾ കാണിക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടി. പക്ഷേ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, സ്റ്റോക്ക് നമ്മൾ വിറ്റതിന് ശേഷം കവേർഡ് കോൾ വഴിയാണ് വിറ്റത്, കോൾ ഓപ്ഷൻ വിറ്റു, സ്റ്റോക്കും വിറ്റു, ലാഭം കൈപ്പറ്റി. നമ്മൾ പിന്നെ ചെയ്യുന്നത് സ്റ്റെപ്പ് 1ലേക്ക് പോവുക. സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ സെൽ ക്യാഷ് സെക്യൂർഡ് പുട്ട്. അതാണ് സ്റ്റെപ്പ് 1. അപ്പോൾ നമ്മുടെ ഒരു സൈക്കിൾ അവിടെ പൂർത്തിയായി അല്ലേ? എങ്ങനെയാണ് ഒരു സൈക്കിൾ പൂർത്തിയായത്? അതായത് ക്യാഷ് സെക്യൂർഡ് പുട്ട് ഇത് തുടങ്ങി, സ്റ്റോക്കിന്റെ ഡെലിവറി എടുത്തു, കോൾ ഓപ്ഷൻ വിറ്റു, കവേർഡ് കോൾ വിറ്റു, വീണ്ടും കവേർഡ് കോൾ ഇൻ്റെ മണിയായപ്പോൾ അതും വിറ്റു, വീണ്ടും നമ്മൾ ഇവിടെ വന്നു ക്യാഷ് സെക്യൂർഡ് പുട്ട്. അപ്പോൾ നമ്മളൊരു സൈക്കിൾ പൂർത്തിയാക്കി. അതുകൊണ്ടാണ് ഇതിനെ ഒരു വീല് പോലെ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഒരു വീൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇങ്ങനെ വീണ്ടും ഇതിങ്ങനെ കണ്ടിന്യൂസ് നിരന്തരം ത്രൂ ഔട്ട് ദ ലൈഫ് പോലും നമുക്ക് ചെയ്യാൻ പറ്റും. ചില സ്റ്റോക്കുകളിൽ, എസ്പെഷ്യലി ഇങ്ങനെയൊക്കെയുള്ള സ്റ്റോക്കുകളിൽ ഇതിങ്ങനെ, കാരണം ഇത് ഈ രീതിയിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. എപ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു അവസരം ഈ സ്റ്റോക്ക് തരുന്നുണ്ട്. 5 വർഷത്തെ ചാർട്ടാണ് നോക്കുന്നത്, 1 വർഷത്തെ നോക്കി കഴിഞ്ഞാൽ ഇതാണ് ഒരു സിറ്റുവേഷൻ. കുറച്ച് വൊളാറ്റൈൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. എനിവേ, നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി ചെയ്യാൻ പറ്റിയൊരു സ്റ്റോക്ക് തന്നെയാണിത്. ഫണ്ടമെന്റലി നല്ല സ്റ്റോക്കാണ്. ഇതാണ് നമ്മൾ ഈ ഒരു വീൽ സ്ട്രാറ്റജി ചെയ്യുക. ഇതിന്റെ അഡ്വാൻറ്റേജസ്: സ്റ്റഡി ഇൻകം ഫ്രം ഓപ്ഷൻ പ്രീമിയംസ്. പ്രീമിയം നമ്മൾ ഓരോ മാസവും കളക്ട് ചെയ്യുന്നത് വഴി നമുക്ക് ഒരു സ്ഥിര വരുമാനം കിട്ടുന്നുണ്ട്. കുറഞ്ഞ വിലയ്ക്ക് സ്റ്റോക്ക് വാങ്ങാനുള്ള ഒരു അവസരം നമുക്ക് ലഭിക്കുന്നുണ്ട്. റിസ്ക് കുറവാണ്, കാരണം ഓരോ പ്രാവശ്യം നമ്മളിത് ചെയ്യും തോറും നമുക്ക് കുറേശ്ശെ പൈസ പ്രീമിയം വഴി കിട്ടുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ ലോസ് എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ അവിടെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഈ കിട്ടിയ പ്രോഫിറ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. മാത്രമല്ല, ഇത് വളരെ ഈസിയാണ് നടപ്പിലാക്കാൻ. കാരണം ക്യാഷ് സെക്യൂർഡ് പുട്ട് ചെയ്യുക എങ്ങനെ നമുക്കറിയാം, സ്റ്റോക്ക് വാങ്ങാൻ എന്ത് ചെയ്യണം നമുക്കറിയാം, സ്റ്റോക്ക് വാങ്ങിയിട്ട് അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് കോൾ ഓപ്ഷൻ വിൽക്കാൻ നമുക്കറിയാം, കോൾ ഓപ്ഷൻ ഇന്ന മണിയായി കഴിഞ്ഞാൽ കോൾ ഓപ്ഷനും സ്റ്റോക്ക് ഒരുമിച്ച് വിറ്റ് ലാഭം ഉണ്ടാക്കാൻ നമുക്കറിയാം. തിരിച്ച് വീണ്ടും സൈക്കിൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു വീല് പോലെ വരുമ്പോൾ വീണ്ടും ഒരു ക്യാഷ് സെക്യൂർഡ് പുട്ട് വിൽക്കാനും നമുക്കറിയാം. ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സ്ട്രാറ്റജി. ഇത് ഈസിയാണ് ചെയ്യാൻ. ഇതിനകത്തെ റിസ്കുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. സ്റ്റോക്ക് പ്രൈസ് ഡിക്ലൈൻസ് മേ കോസ് അൺറിയലൈസ്ഡ് ലോസസ്. സ്റ്റോക്ക് പ്രൈസ് ഒരുപാട് താഴേക്ക് പോയാൽ നമുക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ വന്നേക്കാം. ഒരുപാടങ്ങ് പോയാൽ സാധാരണ ആവറേജ് ഇങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ 20% സെപ്റ്റംബർ 25 മുതൽ ഒക്ടോബർ, നവംബർ, ഡിസംബർ 3 മാസത്തെ ഒരു മൂവ്മെന്റ്. ഇതൊരു വലിയൊരു മൂവ്മെന്റ് ആണ് ഈ കാണുന്നത്. നമ്മളുടെ
പക്ഷേ കോൾ ഓപ്ഷനൊക്കെ ഇവിടെ നമുക്ക് പ്രീമിയം കൊണ്ട് തന്നിട്ടുണ്ട്. ഈ സ്ട്രാറ്റജി ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ കോൾ ഓപ്ഷൻ പ്രീമിയം കൊണ്ട് തന്നിട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ നഷ്ടം ഇത്രയും ഉണ്ടാവില്ല. വീണ്ടും ഇത് മുകളിലേക്ക് പോകുമ്പോഴും ഒക്കെ നമുക്ക് പലപ്പോഴും പ്രീമിയം പല രീതിയിൽ വരുന്നത് കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകും. ഗെയിൻസ് ക്യാപ് ഇത് സ്റ്റോക്ക് പ്രൈസ് റൈസസ് ഷാർപ്ലി. അത് മറ്റൊരു പ്രശ്നമാണ്. ഒരുപാട് സ്പീഡിൽ ഈ സ്റ്റോക്ക് മുകളിലേക്ക് പോയാൽ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ലാഭം കിട്ടാതെ വരും. കാരണം നമ്മുടെ കോൾ ഓപ്ഷൻ ഇൻ ദ മണി ആയിട്ട് പോകുന്നത് കൊണ്ട്. റിക്വയർ സഫിഷ്യന്റ് ക്യാപിറ്റൽ ടു സെക്യൂർ പുട്ട്സ് ആൻഡ് ഹോൾഡ് ഷെയർസ്. അപ്പോൾ സ്റ്റോക്ക് വാങ്ങുവാൻ പര്യാപ്തമായിട്ടുള്ള പണം നമ്മൾ കയ്യിൽ വെക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ഫ്യൂച്ചർ മേടിച്ച് റോൾ ഓവർ ചെയ്യാനുള്ള പണം നമ്മൾ കൈ വെക്കണം. ഷാർപ്പായിട്ടുള്ള മൂവ്മെന്റ് താഴേക്ക് വന്നാൽ MTM ആവശ്യമായിട്ടുള്ള പണവും നമ്മൾ കൈ കരുതണം. കുറച്ച് ഫണ്ട് ആവശ്യമുള്ള ഒരു സ്ട്രാറ്റജിയാണിത് എന്നർത്ഥം. വൊളാറ്റിലിറ്റി ക്യാൻ അഫക്ട് പ്രീമിയംസ് ആൻഡ് സ്റ്റോക്ക് പെർഫോമൻസ്. ഈ ഒരു വൊളാറ്റിലിറ്റി ഇത് സ്വല്പം കൂടുതലാണ് ഈ കാണുന്നത്. ഒരു ഡിഫൻസീവ് സ്റ്റോക്കിൽ ഇത്രയൊക്കെ കാണുന്നുണ്ട്. അത് പലപ്പോഴും ഈ സ്റ്റോക്ക് ഇത്രയും ഇവിടെ വരെ ചെന്നതുകൊണ്ടാണ് ഈ ഒരു മൂവ്മെന്റ് വന്നത്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ സാധ്യതയുള്ളത് ഒരു ക്യാഷ് സിക്കറ്റ് പുട്ട് ഈ ഒരു ലെവലിൽ ഇവിടെ എങ്ങനെ ചെയ്യാതിരിക്കും. ഇത്രയും സ്ഥലത്ത് ക്യാഷ് സിക്കറ്റ് പുട്ട് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ഒരു ഇത്രയും സ്ഥലത്ത്. കാരണം അത് ടെക്നിക്കലി അത് കുറച്ച് മുകളിൽ പോയി നിൽക്കുകയാണ്. ഈ ഒരു സ്റ്റോക്ക് ഒരു പക്ഷേ അങ്ങനെയൊക്കെ പോകുന്ന ഒരു സാഹചര്യത്തിൽ തിരിച്ച് താഴേക്ക് വരാനുള്ള ചാൻസ് കണ്ടുകൊണ്ട് നമ്മൾ ആ സമയം അതിൽ ഒരു പെർഫോമൻസിന് നിൽക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ബൈ ആൻഡ് ഹോൾഡ് ആയിരിക്കും ഇവിടുത്തെ ഒരു സ്ട്രാറ്റജി. ഇവിടെ ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ കോൾ ഓപ്ഷൻ വയ്ക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ അല്ലാന്ന് തോന്നുന്നുണ്ട്. പലപ്പോഴും ഇവിടെയൊക്കെ വന്നിട്ട് ഈ സ്റ്റോക്ക് മുകളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. 3-4 മാസമൊക്കെ എടുക്കും, എന്നാൽ പോലും മുകളിലേക്ക് പതുക്കെ പോകുന്നുണ്ട്. അത് ഒരു ബൈ ആൻഡ് ഹോൾഡ് ഒക്കെ ആയിരിക്കും അവിടെ നല്ലത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതൊരു ഡിസിപ്ലിൻഡ് വേ ആണ്. ഓരോ മാസവും നമുക്ക് ഇൻകം കിട്ടാൻ ഉള്ള ഒരു സിസ്റ്റമാണ്. നമുക്കിഷ്ടപ്പെട്ട ഫണ്ടമെന്റലി നമ്മൾ വാങ്ങി വെക്കാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്റ്റോക്കിൽ നമുക്ക് ഈ സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യാം. റിസ്ക് അധികം എടുക്കാത്ത ആൾക്കാർക്കാണ് ഈ ഒരു സ്ട്രാറ്റജി നല്ലത്. അവർക്ക് എല്ലാ മാസവും എന്തെങ്കിലുമൊക്കെ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കും ഓപ്ഷൻ സെല്ലിംഗ് വഴി. സ്റ്റോക്ക് സെലക്ഷൻ വളരെ പ്രധാനമാണ് ഇതിൽ. കാരണം സ്റ്റോക്കൊക്കെ ഒരുപാട് താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം വരും. അതുകൊണ്ട് ഒരുപാട് അങ്ങ് താഴെ പൊട്ടിത്തകർന്ന് പോകുന്ന പൊട്ടൻഷ്യലുള്ള സ്റ്റോക്കുകൾ ഇതിന് നമ്മൾ എടുക്കരുത്. നല്ല രീതിയിൽ റിസ്ക് മാനേജ് ചെയ്യണം. ഇത്രയുമൊക്കെയാണ് ഈ ഒരു വീൽ സ്ട്രാറ്റജിയുടെ significance. Thank you for watching. Please like, share, comment and subscribe. Happy investing.